വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ ഇന്നൊരു കഥ പഠിക്കാൻ പോവാണ്. ആ കഥ കൂടെ കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്ററുകളെല്ലാം അവസാനിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. കഥ മാത്രമാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ വേർഡിങ്ങും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അധികമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വല്ലാതെ ശ്രദ്ധിക്കില്ല. കഥയിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. Here is a story about a voyage from Liverpool to Calcutta. Voyage means ship traveling. കപ്പൽ യാത്ര. ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ഒരു കപ്പൽ യാത്ര പോകുന്നതിന്റെ കഥയാണ്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ലിവർപൂൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു നാടാണ്. നമുക്കറിയാം, ലിവർപൂൾ ക്ലബ്ബൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് കൽക്കട്ടയിലേക്ക് അഥവാ കൊൽക്കത്തയിലേക്ക് വരുന്നു. ഇറ്റ് ടെൽസ് ഹൗ ദി ഓതർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് a potential calamity silently and bravely. ഇവിടെ നമ്മൾ ഓതറും അതുപോലെ ഒരു ഹീറോ ഓഫ് ദ സ്റ്റോറിയിലെ നായകനും ഒരു ദുരന്തത്തെ വളരെ സൈലന്റായി, ബ്രൈവായി, ധീരമായി നേരിട്ടത് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ദ സെറാങ് ഓഫ് രാനഗഞ്ചി. കപ്പലിന്റെ പേരാണ് രാനഗഞ്ചി. ലുക്ക് മൈ ഡിയർ, did you ever in your life see such an absurdly comic creature, a smartly dressed woman, first-class passenger on the Renaginchi, about to sail from Liverpool on the long voyage to Calcutta, made this remark in a high, well-bred voice to her companion as they stood before me on the liner's upper deck. Look, my dear, നോക്കൂ, ഒരാളോട് ഒരു പെണ്ണ് അടുത്ത് ഒരാളോട് സംസാരിക്കണം. ലുക്ക് മൈ ഡിയർ, നോക്കൂ നിങ്ങൾ. ഡിഡ് യു എവർ സീ ഇൻ യുവർ ലൈഫ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രിയേച്ചർ. ആ അബ്സർഡ്ലി എന്ന് പറഞ്ഞാൽ ഒട്ടും സുഖകരമല്ലാത്ത ആ കോമിക് ക്രിയേച്ചറെ, ആ ഒരു കോമിക് ആയിട്ടുള്ള ഒരു ജീവിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ, വളരെ സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണ്. ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ രാനഗഞ്ചി. രാനഗഞ്ചിയിലെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണ് അവൾ. About to sail from Liverpool on the long voyage to Calcutta. കൽക്കത്തയിലേക്ക് പോകുന്ന ഈ ഒരു നീണ്ട കപ്പൽ യാത്ര ലിവർപൂളിൽ നിന്ന്. Made this remark. ഈ ഒരു പറച്ചിൽ നടത്തിയ അവള്. ആരാണ് നടത്തിയത്? In a high, well-bred voice. വളരെ ശുദ്ധമായ, എല്ലാവർക്കും വ്യക്തമാകുന്ന ശബ്ദത്തിൽ. To her companion, അവളുടെ കമ്പാനിയനോട്. As they stood before me on the liner's upper deck. ആ കപ്പലിന്റെ മുകൾ ഭാഗത്ത് എൻ്റെ അടുത്ത് അവർ വന്ന് നിൽക്കുമ്പോൾ, അപ്പോൾ കപ്പലിന്റെ മുകൾ ഭാഗത്ത് ഞാൻ നിൽക്കുകയാണ്. ഓതർ പറയാണ്. അപ്പൊ എൻ്റെ അടുത്ത് അവർ വന്നിരുന്നു. ഒരു പെണ്ണ്, സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ. അവൾ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണ്. അവൾ വന്നിട്ട് അവളുടെ കൂട്ടുകാരിയോട് പറയാണ്, കമ്പാനിയനോട് പറയാണ്, ലുക്ക് മൈ ഡിയർ, നോക്ക്, അതായത് അവളുടെ ഭർത്താവിനോട്. ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രിയേച്ചർ, ഇത്രയും മോശപ്പെട്ട കോമിക് ആയിട്ടുള്ള ഒരു ജന്തുവിനെ, ജീവിയെ നീ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് അന്നത്തെ ഒരു ജനതയുടെ അഹങ്കാരമാണ് കാണിക്കുന്നത്. Following their amused gaze, my eyes came to rest upon a squat, very ugly native seaman with short legs and a large, disproportionate head. I recognized him as the Indian serang, or quartermaster of the ship. He was quietly superintending the crew of Lascars, now completing the loading of baggage. Looks hardly human, agreed the man with a superior smile. Inclines a chap to believe that dear old Darwin was not altogether wrong. Yeah. Following their amused gaze, അവരുടെ ഈ അത്ഭുതകരമായ ഈ നോട്ടത്തിനെ പിന്തുടർന്നിട്ട് അവരാരെ പറ്റിയാണ് ഈ പറയുന്നത് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അവരാരെ പറ്റിയാണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ my eyes came to rest upon a squat, very ugly native seaman. ഒരു നാട്ടുകാരനായ, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു അഗ്ലി വിരൂപമായിട്ടുള്ള ഒരു ഇങ്ങനെ നീണ്ടു പിറഞ്ഞു കിടക്കുന്ന ഒരാളുടെ മേലിലാണ് എൻ്റെ കണ്ണു വന്ന് പതിഞ്ഞത്. വിത്ത് ഷോർട്ട് ലെഗ്സ്, അയാളുടെ വസ്ത്രം ഷോർട്ട് ലെഗ് ആണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രൗസർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് എ ലാർജ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഹെഡ്, വലിയ, ആ ശരീരത്തിനോട് ഒട്ടും യോജിക്കാത്ത ഒരു തലയുള്ള ഒരാൾ. അയാളാണ് അവിടെ നിൽക്കുന്നത്. അയാളെ പറ്റിയാണ് ഇപ്പൊ ഈ പെണ്ണ് പറയുന്നത്. എന്ത്, ഇങ്ങനെ ഒരു കോമിക് ക്രിയേച്ചർ നീ കണ്ടിട്ടുണ്ടോ? I recognized him as the Indian serang. അയാൾ ഒരു ഇന്ത്യൻ പാവപ്പെട്ട ഒരു ഓഫീസറാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓർ ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്, ആ ഷിപ്പിലെ ഒരു പാവപ്പെട്ട ഓഫീസറാണ്, ഇന്ത്യൻ ഓഫീസറാണെന്ന് എനിക്ക് മനസ്സിലായി. He was quietly superintending the crew of the Lascars. അയാള് ആ ഒരു ഷിപ്പിലെ
ആ കപ്പൽ ജീവനക്കാരെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നൗ കംപ്ലീറ്റിംഗ് ദ ലോഡിംഗ് ഓഫ് ബഗേജുകളൊക്കെ കംപ്ലീറ്റ് ലോഡ് ചെയ്യുന്ന പണികൾ അദ്ദേഹം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അയാളെ പറ്റി മറ്റേ ആൾ പറയണം, ലുക്സ് ഹാർഡ്ലി ഹ്യൂമൻ. അയാളൊരു മനുഷ്യനൊന്നല്ല തോന്നുന്നുണ്ടല്ലേ. ലുക്സ് ഹാർഡ്ലി ഹ്യൂമൻ, അഗ്രീഡ് ദ മാൻ. ആ മനുഷ്യൻ പറഞ്ഞു. വിത്ത് എ സുപ്പീരിയർ സ്മൈൽ, ഒരു അഹങ്കാരം നിറഞ്ഞ ഒരു ചിരിയോടുകൂടെ. ഇംഗ്ലൈൻസ് എ ചാപ്പ് ടു ബിലീവ്. അയാൾ കണ്ടാ വിശ്വസിക്കാൻ തോന്നില്ല, അങ്ങനെയുള്ള ഒരു സാധനം. The dear old Darwin was not altogether. നമ്മുടെ ഡിയർ ഓൾഡ് ഡാർവിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞത് ഒട്ടും തെറ്റല്ല തോന്നുന്നുണ്ടല്ലേ. എന്താ ഡാർവിൻ എന്താ പറഞ്ഞത്? മനുഷ്യന്മാരെ കുരങ്ങന്മാരെന്നുണ്ടായത്. ഇയാളെ കണ്ട കുരങ്ങനെ പോലെ തോന്നുന്നു എന്നാ പറയുന്നത്. ഇയാളെ കണ്ടാലേ കുരങ്ങനെ പോലെ തോന്നുന്നു. അപ്പൊ ഡാർവിൻ പറഞ്ഞ് തെറ്റൊന്നല്ല അല്ലേ എന്ന് ഇയാളും പറഞ്ഞു. The voyage began favorably in calm, clear weather. We crossed the Bay of Biscay without suffering unduly from the turbulent waters, and soon were through the Strait of Gibraltar, traversing the triangle of Mediterranean under azure skies. The Ranaginchi was a stout old tube, manned by white officers, with an entirely native Indian crew. I was a physician of the ship and was delighted by the balmy breezes and brilliant sunshine. The voyage began favorably in calm. നമ്മളെ വോയേജ് വളരെ ശാന്തമായിട്ട് മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ വെതർ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വെതറാണ് അവിടെ നമുക്ക് കാണാൻ, ഒരു കാലാവസ്ഥയാണ്. We crossed the Bay of Biscay. ഞങ്ങള് ബിസ്കേ എന്ന് പറയുന്ന ഒരു ഉൾക്കടൽ ഞങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വിതൗട്ട് സഫറിങ് unduly, പ്രത്യേകിച്ചൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഫ്രം ദ turbulent വാട്ടേഴ്സ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടറിൽ നിന്ന്, ഒരു ടേബിൾ എന്ന് പറയുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാട്ടർ എന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. ആൻഡ് സൂൺ വർ ത്രൂ ദ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. അങ്ങനെ ഞങ്ങൾ ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ ട്രാവേഴ്സിങ്, അങ്ങനെ അത് കടന്നു പിടിക്കുക. ദ ട്രയാങ്കിൾ ഓഫ് മെഡിറ്ററേനിയൻ അണ്ടർ അസൂർ സ്കൈസ്. മനോഹരമായിട്ടുള്ള ഈ സ്കൈസിന്റെ താഴെ ഞങ്ങൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കണം. The Ranaginchi was a stout old tub. രാനഗഞ്ചി എന്ന് പറഞ്ഞ ഒരു പഴയ കപ്പലാണ്. manned by white officers. അതിൽ കംപ്ലീറ്റ് വെള്ളക്കാരായ ഓഫീസേഴ്സ് ആണ് അതിലുണ്ടായിരുന്നത്. with an entirely native Indian crew. മാത്രമല്ല അതിൽ കപ്പൽ ജീവനക്കാരൊക്കെ ഇന്ത്യക്കാരാണ്. with an entirely native Indian crew. I was a physician of the ship. ഞാനാണ് കപ്പലിന്റെ ഫിസിഷ്യൻ. and delighted by the balmy breezes and brilliant sunshine. ആ മനോഹരമായിട്ടുള്ള മന്ദമാരുതനേറ്റ്, ആ ബ്രില്യൻ സൺഷൈനേറ്റ് ഞാൻ ഇങ്ങനെ വളരെ സന്തോഷവാനായി കഴിയണം. The ship was crowded, packed with passengers from stem to stern. The unusual tourists and pleasure seekers, together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. The ship was crowded. ആ ഷിപ്പിൽ നിറച്ച് ആളുകളാണ്. Packed with passengers from stern to stern. അതിന്റെ അടി മുതൽ മുടി വരെ പാസഞ്ചർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. The unusual tourists, സാധാരണ ഇതിൽ ടൂറിസ്റ്റുകൾ ഉണ്ട്, പ്ലഷർ സീക്കേഴ്സ്, വെറുതെ ഇങ്ങനെ രസത്തിന് പോണ കുറെ ആൾക്കാർ അതുണ്ട്. ടുഗദർ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് നമ്പർ ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സും ഉണ്ട്. അപ്പൊ കപ്പലിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി. താലിബാനിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വന്ന പ്ലെയിൻമാരെയാണ്, താലിബാനിന്ന് അമേരിക്കക്ക് പോയ പ്ലെയിൻമാരെ. മെനി ഓഫ് whom were accompanied by their wives and families. അവർ ഭൂരിഭാഗം ആളുകളുടെയും കൂടെ ആരുണ്ട്? ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഫാമിലികളുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു രാനഗഞ്ചി എന്ന് പറയുന്ന ഈ കപ്പലിന്റെ ഒരു അവസ്ഥ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫ്രം ദ ഫസ്റ്റ് നൈറ്റ് ഔട്ട് there was a tremendous gaiety on board. ഒന്നാമത്തെ രാത്രി തന്നെ അവിടെ ഈ ബോർഡിൽ അഥവാ കപ്പലിന്റെ മുകൾ ഭാഗത്ത് ഭയങ്കരമായ തണുപ്പുണ്ട്. The chief among the social promoters was Miss Job Smith, the woman whom I had overheard on the boat deck the morning of our departure. The chief, വളരെ പ്രധാനപ്പെട്ട ഒരാൾ, among the social promoters, വളരെ സാമൂഹികമായിട്ട് മുന്നോട്ട് വരുന്ന നേതാക്കന്മാരൊക്കെ കപ്പലിൽ വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ മിസ് ജോപ്പ് ആയിരുന്നു. മിസ് ജോബ് സ്മിത്ത്, the woman, അവിടെ ഒരു പെണ്ണാണ്, whom I had overheard on the boat deck the morning out of our departure. ഈ കപ്പൽ പുറപ്പെടുന്ന രാവിലെ തന്നെ ഞാൻ അവരുടെ പേരൊക്കെ നമ്മുടെ ഡെക്കിൽ വെച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. Okay, ആരാ മിസ് ജോബ് സ്മിത്ത് നോക്കാം. Miss Job Smith was a thrusting person, obviously over 30, got up in a dashing style to look younger. She was not only a snob but a boor and a sensitive boor,
Wretched pot said. Everyone went ashore excitedly, came back with silk, shawls, cigarettes, scent, and jewelry. Then we were through the Red Sea, past the barren rocks of Aden, and put upon the white Arabian Sea. Matt Job Smith was a thrusting person. എങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കയറി ഇടപെടുന്ന ഒരാളായിരുന്നു. ഒബിയസ്ലി അവർ 30, എത്ര വയസ്സുണ്ട്? മിക്കവാറും ഒരു 30-ലധികം ഉണ്ടാവും. Got up in a dashing style to look younger. അവളിങ്ങോട്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കറങ്ങി മൂഴിയൊക്കെ ഇങ്ങനെ പാറക്കണ തലത്തിൽ ഇങ്ങോട്ട് എഴുന്നേറ്റിരുന്നു. ടു ലുക്ക് യങ്ങർ, കുറെ കൂടി ചെറുപ്പക്കാരിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ് ബട്ട് എ ബോർ. അവള് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടങ്ങേറ് മാത്രമല്ല, ബട്ട് എ ബോർ, ഒരു ബോറും കൂടിയാണ്. an assertive ബോർ, കംപ്ലീറ്റ് ബോറാണ്. ചില ആൾക്കാരെ അങ്ങനെ ഉണ്ടാവും, അവരടുത്തിരിക്കാൻ പറ്റില്ല, ബോറായിരിക്കും. ഏതായിരുന്നാലും ഒഴേച്ചഡ് പോട്ട് സെയ്ദ് എന്ന് പറയുന്ന ഒരു പോർട്ടിൽ ഞങ്ങളെത്തി, തുറമുഖത്ത് ഞങ്ങളെത്തി. എവരിവൺ വെന്റ് ashore excitedly. എല്ലാവരും വളരെ അത്യുത്സാഹത്തോടു കൂടെ ആ തീരപ്രദേശത്തേക്ക് പോയി. കെയിം ബാക്ക് വിത്ത് സിൽക്കുകൾ വാങ്ങി തിരിച്ചു വന്നു, ഷോളുകൾ വാങ്ങി, സിഗരറ്റ്സ് വാങ്ങി, സെന്റ് വാങ്ങി, ജ്വല്ലറി വാങ്ങി, ഇങ്ങനെ ഓരോരുത്തരും വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു. Then we were through the Red Sea. പിന്നെ ഞങ്ങൾ പോയത് അറേബ്യൻ ഉൾക്കടലിലൂടെയാണ്. പാസ്റ്റ് ദ ബാരൻ റോക്സ് ഓഫ് ആദൻ. ഏദൻ എന്ന് പറയുന്ന പ്രദേശത്തെ ബാരൻ റോക്സുകളെ, ഒന്നുമില്ലാത്ത ശൂന്യമായ പാറകളെ കടന്നുകൊണ്ട്, ആൻഡ് ഔട്ട് അപ്പോൺ ദ വൈറ്റ് അറേബ്യൻ സീ. അങ്ങനെ ഞങ്ങൾ അറേബ്യൻ സീയിലെത്തി. അതായത് ഇവർ വരുന്ന വഴി മെഡിറ്ററേനിയൻ സീയിലൂടെ കടന്ന്, സൂയസ് കനാലിലൂടെ കടന്ന് ഇങ്ങനെ വരികയാണ്. On the following morning, as I held my consultations in the surgery adjoining my cabin, the Sarang Hassan appeared, bringing with him 2 of his Lascar deckhands. He inclined his head in a respectful salam and addressed me. His voice was hoarse, yet it had a steady and a tune. Dr. Sahib, I fear these men are sick. On the following morning, അടുത്ത ദിവസം രാവിലെ, as I held my consultations in the surgery adjoining my cabin, എൻ്റെ ക്യാബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സർജറിയിൽ ഞാൻ ഇങ്ങനെ ആളുകളായിട്ട് ഇങ്ങനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറാണല്ലോ, അപ്പൊ ഞാൻ ആളുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദ സെറാങ്, അവിടുത്തെ കപ്പൽ ജോലിക്കാരനായ സെറാങ് ഹസൻ വന്നു. appeared, bringing with him 2 of his Lascar deckhands. തന്റെ ഡെക്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന 2 പേരെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. He inclined his head in a respectful salam. വളരെ ആദരണീയമായ രീതിയിൽ സലാം ചൊല്ലുന്ന തരത്തിൽ തന്റെ തല അങ്ങനെ കുനിച്ചു. And addressed me. എന്നിട്ട് എന്നോട് പറഞ്ഞു. His voice was hoarse. അവന്റെ ശബ്ദത്തിന് എന്തോ ഒരു ചെറിയ കരകരപ്പ് കാണുന്നുണ്ട്. Yet it had a steady undertone. എന്നാലും ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്തൊരു ട്യൂൺ തന്നെയാണ്. Dr. Sahib, I fear these men are sick. Dr. Sahib, എനിക്ക് തോന്നുന്നു ഇവർക്ക് അസുഖമുണ്ട്. The seamen certainly did not look well. They complained of general malaise, of intense headache and racking burn pains. They looked frightened too as I asked them to strip and began my examination. Both were fevered, with thickly furred tongues and that dry skin, which is nature's gravest warning. And then to my horror, my palpitating fingers became very aware of scattering of hard little nodules. Thus, under the worst skin of each man, it was unmistakable symptom of smallpox. The seaman certainly did not look well. ഈ കടലിലെ ഈ കപ്പൽ ജോലി എടുക്കുന്ന ഈ മനുഷ്യന്മാരെ കണ്ടിട്ട് അത്രത്തോളം ഒരു നല്ല ആൾക്കാരാണെന്ന് തോന്നിയില്ല. They complained of general malaise. അവര് പറഞ്ഞു പൊതുവായിട്ടുള്ള ഒരു പനിയുണ്ട് എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. Of intense headache, നല്ല തലവേദന ഉണ്ട്. Racking burn pains, നല്ലോണം എല്ലുകളൊക്കെ വേദനിക്കുന്നുണ്ട്, സന്ധിക്കൊക്കെ ഭയങ്കര വേദന ഉണ്ട്. They looked frightened too. അവർ വളരെയധികം പേടിച്ചിട്ടുണ്ട്. As I asked them to strip and began my examination. എൻ്റെ പരിശോധന തുടങ്ങിയപ്പോൾ അവരുടെ ഷർട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പേടി. Both were fevered. 2 പേർക്കും നല്ല പനിയുണ്ട്. With thickly furred tongues. അതിലെ അവരുടെ നാവുകളൊക്കെ വളരെയധികം ഫേർഡായിട്ട് ഇങ്ങനെ നല്ല പുകച്ചു പൊന്തുന്നുണ്ട്. And that dry skin, which is nature's gravest warning. അതുപോലെ തന്നെ സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആയി. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രകൃതിയുടെ കൂടെ മാറ്റമാണ്. And then to my horror, മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക്, my palpitating fingers became aware of scattering hard little nodules. ഒരു ചെറിയ കുരുക്കൾ അവിടെ ഇവിടെയൊക്കെ പൊന്തിയതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. എൻ്റെ കയ്യിൽ തടയുന്നുണ്ട്. Under the wrist skin of each man. ഓരോ മനുഷ്യന്റെ ആ സ്കിന്നിന്റെ റിസ്റ്റ് സ്കിന്നിന്റെ അവിടെ, അതായത് നമ്മളെ മണിബന്ധത്തിന്റെ താഴെയൊക്കെ എന്തൊക്കെയോ ചില കുരുക്കൾ പൊന്തിയമാര് തോന്നുന്നു. It was an unmistakable symptom of smallpox. അത് ചിക്കൻ പോക്സിന്റെ ഒരു അടയാളമായിരുന്നു. അതായത് ഇവർക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട് എന്നർത്ഥം. Young and inexperienced in my profession, I had not learned to control my feelings. My expression must have altered visibly,
For although the sarang said nothing, his lined and battered face assumed a look of deeper gravity. Hurriedly, with a beating heart, I made my way to the bridge. Young and inexperienced in my profession. എൻ്റെ പ്രൊഫഷനിൽ വളരെ ഇൻഎക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒട്ടും എനിക്ക് പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് വന്ന ഒരാളാണ്. I had not learned to control my feelings. എൻ്റെ ഫീലിങ്സുകളെ കൺട്രോൾ ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. My expression must have altered visibly. പെട്ടെന്ന് തന്നെ എൻ്റെ എക്സ്പ്രഷനൊക്കെ ആകെ മാറി. കാണാൻ പറ്റുമോ മാറ്റം? അത്രയും അങ്ങോട്ട് മാറിപ്പോയി. വിസിബിളി ആയിട്ട് എനിക്ക് മാറി. But for although the sarang said nothing. പക്ഷെ എന്നാൽ പോലും സറാങ് എന്നോട് ഒന്നും പറഞ്ഞില്ല. ഈ ജോലിക്കാരനോട് ഒരു വാക്കും പറഞ്ഞില്ല. His lined and battered face assumed a look of deeper gravity. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം കൂടുതൽ അദ്ദേഹം ദുഃഖിതനായി മാറിയിട്ടുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. Hurriedly, പെട്ടെന്ന് തന്നെ, with beating heart, I made my way to the bridge. പെട്ടെന്ന് തന്നെ എന്റെ ഹാർട്ടൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോയി. അവിടെയാണ് നേതാവ് ഉണ്ടാവുക. ആരാ? ക്യാപ്റ്റൻ ഹാമ്പിൾ. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് നോട്ട് ദർ, ബട്ട് ഇൻ ദ ചാർട്ട് റൂം ബിലോ. ക്യാപ്റ്റൻ ഹാമ്പിൾ അവിടെ ഉണ്ടായിരുന്നില്ല, ബ്രിഡ്ജിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചാർട്ട് റൂമിലാണ്, താഴെയുള്ള ചാർട്ട് റൂമിലാണ്. ഹി ലുക്ക്ഡ് us sharply as he burst in. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിരച്ചിങ്ങോട്ട് കയറിയപ്പോ അദ്ദേഹം എന്നെ ഷാർപ്പായിട്ട് നോക്കി. സർ, മൈ വോയിസ് ബ്രോക്ക്. എന്റെ ശബ്ദമൊക്കെ ഇടറിപ്പോയി. ബ്രേക്ക് ചെയ്യുക. ഐ ഹാഡ് ടു റിപ്പോർട്ട് സ്മോൾ പോക്സ് ഓൺ ബോർഡ്. ബോർഡിൽ അഥവാ കപ്പലിൽ ഒരാൾക്ക് സ്മോൾ പോക്സ് ഉണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്യണം. ടു ഓഫ് ദ ഡെക്ക് ഹാൻഡ്സ്, അതായത് ഡെക്ക് ഹാൻഡ്സിൽ താഴെ ഇഞ്ചിന്റെ അവിടെ പണിയെടുക്കുന്ന രണ്ടുപേരാണ്. ഐ സോൾ ഹിസ് ലിപ്സ് ഡ്രോ ടൈറ്റ്ലി ടുഗദർ. അദ്ദേഹം തന്റെ ചുണ്ടിങ്ങനെ ടൈറ്റ് ആക്കി കടിച്ചു പിടിച്ചു. ഹി വാസ് തിക് സെറ്റ് മാൻ ഓഫ് 55. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ 55 പ്രായമുള്ള വയസ്സാണ്. നോൺ ആസ് സ്ട്രിക്ട് ഡിസിപ്ലിനറിയൻ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറിയൻ ആയിട്ടുള്ള ഒരാളാണ് അയാൾ. ബട്ട് ഓൾസോ ആസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ. പക്ഷേ അദ്ദേഹം വളരെ നല്ല മനസ്സുള്ള ഒരു ഓഫീസർ കൂടിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു നല്ല മനസ്സുള്ള ഓഫീസർ കൂടിയായിരുന്നു. ഡോക്ടർ, ഹി സെഡ്. അദ്ദേഹം പറയും, ഡോക്ടർ, drawing up at last and coming close to me, his words unmistakably grim. Listen, you are in the charge of the health of the ship. It's entirely up to you. I can't give you any of my officers. I am overloaded and I understaffed. But I am going to give you the sarang. Believe me, he is the finest man I have. You have got to keep this thing from spreading. And what's more, don't let a whisper of it get out, or we will have a bloody panic. Doctor, he said, drawing up at last. അയാൾ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് and coming close to me, എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു. His words unmistakably grim. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ എനിക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹം പറയണം, ലിസൺ, നോക്ക്, യു ആർ ഇൻ ദ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഈ ഷിപ്പിന്റെ ഹെൽത്തിന്റെ ചാർജ് നിനക്കാണ്. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. അത് മുഴുവനും നിനക്കാണ്. ഐ കാൺ ഗിവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. എന്റെ ഓഫീസറിന് ഒരാളെ പോലും എനിക്ക് നൽകാൻ പറ്റില്ല. ഇനി ഒരാൾക്കും ഈ ചിക്കൻ ബോക്സ് ഉണ്ടാവരുന്ന അർത്ഥം. ഐ ആം ഓവർലോഡഡ്. എന്റെ വണ്ടിയിൽ ഇപ്പോഴും ഓവർലോഡാണ്. ആൻഡ് ഐ ആൻഡ് സ്റ്റാഫ്. സ്റ്റാഫ് കുറവാണ്, ആൾക്കാർ കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ ഒരു ഓഫീസർ വിട്ടു തരാൻ പറ്റില്ല. പക്ഷെ ഐ എം ഗോയിങ് ടു ഗിവ് യു ദ സറാങ്. പക്ഷെ ഞാൻ എന്റെ സറാങ്ങിനെ ഞാൻ നിനക്ക് നൽകുകയാണ്. ബിലീവ് മീ, എന്നെ വിശ്വസിക്ക്. ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് ആ സറാങ്, ആ ഓഫീസർ. അയാളെയാണ് ഞാൻ നിനക്ക് നൽകുന്നത്. യു ഹാവ് ഗോട്ട് ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. ഇത് ഒരിക്കലും ഒരാളോടും പറയാൻ പാടില്ല. ഇത് സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് വാട്ട്സ് മോർ, അതിനേക്കാളും അപ്പുറം, don't let a whisper of it get out. അതിനെ കുറിച്ചുള്ള ഒരു രഹസ്യം പോലും പുറത്തേക്ക് വരരുത്. or we will have a bloody panic. അല്ലെങ്കിൽ നമുക്കിടയിൽ ഭയങ്കരമായ രക്തരൂക്ഷത വിപ്ലവം ഉണ്ടാകും. I left the chart room, realizing with a weakness in my stomach the desperate responsibility of my position. Here we are in the middle of the Arabian Sea, 1,500 passengers abroad. The means whatever of vaccinating them, and smallpox, the most deadly contagion in the world dictionary of disease. I left the chart room. ഞാൻ ആ ചാർട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. റിയലൈസിങ്, എനിക്ക് മനസ്സിലായി. വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്. എന്റെ വയറിൽ എന്തോ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറിളകണ മാതിരി തോന്നി. ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ. എന്റെ പൊസിഷനെ കുറിച്ച് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഹിയർ വി വർ, നമ്മളിവിടെ ഇൻ ദ മിഡിൽ ഓഫ് അറേബ്യൻ സീ. എവിടെയാണ്? അറേബ്യൻ സീയുടെ കടലിന്റെ മധ്യഭാഗത്താണ്. 1,500 പാസഞ്ചേഴ്സ് അബ്രോഡ്. 1500 പാസഞ്ചേഴ്സ്
മുകളിലുണ്ട്. നോ മീൻസ് വാട്ട്സ് ഓവർ വാക്സിനേറ്റിംഗ് ദം. അവരെ വാക്സിനേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. ചിക്കൻ പോക്സ് വന്നാൽ വരാതിരിക്കാൻ വാക്സിനേറ്റ് ചെയ്യണം, ഒരു വഴിയുമില്ല. ആൻഡ് സ്മോൾ പോക്സ് മാത്രമല്ല, ചിക്കൻ പോക്സ് ദ മോസ്റ്റ് ഡെഡ്ലി കൺടാജിയൻ ഇൻ വേൾഡ് ഡിക്ഷണറി ഓഫ് ഡിസീസ്. രോഗത്തിന്റെ ഡിക്ഷണറിയിൽ ഏറ്റവും കൺടാജിയൻ ആയിട്ടുള്ള, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു രോഗം കൂടിയാണ്. ഇന്നിപ്പോ കൊറോണയാണ്, അന്നത്തെ കാലത്ത് അത് ചിക്കൻ പോക്സ് ആയിരുന്നു. ബാക്ക് ഇൻ ദ സർജറി, one of the Lascars was in the grip of violent rigor. I turned from the shivering man to the serang, whose incalculable eyes remained fixed upon me. We have got to isolate this man, check on the contacts. There was no sick bay on board, not an inch of available cabin space. Baffled, I looked at the serang, who, undismayed, again turned upon me the full force of his eyes. We will make a shelter on the after deck. Dr. Sahib, very cool zone, with plenty of fresh air. Back in the surgery, ഞാൻ സർജറി റൂമിലേക്ക് തിരിച്ചു വന്നു. One of the Lascars, ഒരു ഓഫീസർ, was in the grip of violent rigor. അങ്ങേയറ്റം ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ഇടങ്ങേറിലാണ്, ആവേശത്തിലാണ്. I turned from the shivering man. ഞാൻ ഈ വിറച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഭാഗത്തു നിന്ന് മാറിയിട്ട് to the serang, സെറാങ്ങിനടുത്തേക്ക് പോയി. Whose incalculable eyes remained fixed upon me. അവന്റെ കണ്ണുകൾ ഉപയോഗിച്ച് അവൻ എന്നെ അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. We have got to isolate this man. നമുക്ക് ഈ മനുഷ്യന്മാരൊക്കെ ഐസൊലേറ്റ് ചെയ്യണം, ഒറ്റക്ക് പാർപ്പിക്കണം. ഇന്ന് കൊറോണ വന്നപ്പോൾ ആൾക്കാരെ ഒറ്റക്ക് പാർപ്പിക്കുന്ന പോലെ. ചെക്ക് ഓൺ ദ കോണ്ടാക്ട്സ്, അവരുടെ കോണ്ടാക്റ്റുകളൊക്കെ ചെക്ക് ചെയ്യും, അവരാരൊക്കെ ബന്ധപ്പെട്ടു എന്ന് ചെക്ക് ചെയ്യും. There was no sick bay on board. ബോർഡിൽ അപ്പോ ഒരു രോഗിയും ഉണ്ടായിരുന്നില്ല. Not an inch of available cabin space. മാത്രമല്ല, അവിടെ ഒരു ക്യാബിൻ സ്പേസ് പോലും ലഭ്യമാകുമായിരുന്നില്ല, ഒരു സ്ഥലമില്ല. ബാഫിൽഡ്, ആകെ ദുഷ്ടം പിടിച്ചുകൊണ്ട് ഇടങ്ങേറായിട്ട് ലുക്ക്ഡ് അറ്റ് ദ സെറാങ്, ഞാൻ സെറാങ്ങിനെ നേരെ നോക്കി. Who, undismayed, again turned to me upon me with full force of his eyes. അയാൾ വീണ്ടും അയാളുടെ മുഴുവൻ കണ്ണുകളും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, we will make a shelter on the after deck. ഈ ഡെക്കിന്റെ അപ്പുറത്ത് നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. ഡോക്ടർ സാഹിബ്, വെരി കൂൾ ദർ, വളരെ തണുപ്പുണ്ട് അവിടെ, വിത്ത് പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ. മാത്രമല്ല നല്ല എയർ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കപ്പൽ ഉണ്ടാക്കാം, അവിടെ ഒരു ക്യാബിൻ ഉണ്ടാക്കാം. In the stern of ship, protected from view by a battery of derricks and donkey engines, he set to work. In the stern of the ship, ആ ഷിപ്പിന്റെ ഒരു ഭാഗത്ത്, protected from view by a battery of derricks and donkey engines, അവിടെയുള്ള എഞ്ചിൻസുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, അവരൊന്നും കാണാൻ പറ്റാത്ത തരത്തിൽ, അവരൊക്കെ വ്യൂ മറക്കുന്ന തരത്തിൽ he set to work, അയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. Within an hour, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ, he had erected with silent efficiency a large canvas shelter. അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വലിയ ക്യാൻവാസ് ഷെൽട്ടർ അദ്ദേഹത്തിന് നന്നായിട്ട് ഉയർന്നു നിൽക്കുന്ന, ഇറക്റ്റ് ഉയർന്നു നിൽക്കാം, വിത്ത് സൈലന്റ് എഫിഷ്യൻസി, നല്ല മനോഹരമായിട്ടുള്ള എഫിഷ്യൻസിയോട് കൂടിയുള്ള ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. മാട്രസസ് ആൻഡ് ഷീറ്റ്സ് were then brought up. മാട്രസസ് എന്ന് പറഞ്ഞാൽ അടിയിൽ വിരിക്കുന്ന വിരിപ്പും ഷീറ്റുകളൊക്കെ കൊണ്ടുവന്നു. ആൻഡ് ടു പേഷ്യൻസ് were comfortably installed. ആ 2 പേഷ്യൻസിനെയും ഞങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു, അവിടെ കൊണ്ടുവച്ചു. Our next step was to muster the crew for a thorough medical inspection. ഞങ്ങൾ അടുത്ത പണി എന്താണ്? എല്ലാവരെയും പരിശോധിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഇത് ഉണ്ടോ നോക്കണ്ടേ. One of the stalkers who complained of fever. ഒരു സ്റ്റോക്ക് എടുക്കുന്ന ഒരാൾ, അയാള് പനിയുണ്ടെന്ന് പറഞ്ഞു, ഹെഡേക്ക്, തലവേദനയുണ്ട്. Showed the prodromal nodules with the beginnings of the typical rash. അപ്പോ അയാളെയും അയാളുടെ ശരീരത്തിലും ചെറിയ ചിക്കൻ ബോക്സിന് അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ he was isolated with the other cases. അയാളെയും ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ 3 പേരെ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ കഥ അവിടെ അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, റൈറ്റ്, താങ്ക് യു.